എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഞാനിപ്പോൾ ഉള്ളത് കിളിമാനൂർ വഴിയോരക്കടയിലാണുള്ളത്. അപ്പോൾ ഇവിടുത്തെ വിശേഷങ്ങളാണ് ഇന്നത്തെ എൻ്റെ വ്ളോഗ്. കേരളത്തിലെ ഒട്ടുമിക്ക ഭക്ഷണപ്രേമികൾക്കും അറിയപ്പെടുന്ന ഒരു കടയാണ് വഴിയോരക്കട. ഇവിടെ വന്ന് ഭക്ഷണം കഴിക്കുന്നവരാരും ഒരിക്കലും വഴിയോരക്കടയും ഇവിടുത്തെ ആഹാര സാധനങ്ങളും മറക്കത്തില്ല. അത്ര അടിപൊളിയാണ് ഇവിടുത്തെ വഴിയോരക്കടയിലെ ഫുഡ്. വഴിയോരക്കടയെക്കുറിച്ച് കൂടുതലായിട്ട് മഹേഷിനടുത്ത് തന്നെ നമുക്ക് ചോദിക്കാം. മഹേഷാണ് വഴിയോരക്കടയിലെ എല്ലാം. മഹേഷിനോട് നമുക്ക് ചോദിക്കാം. ഞങ്ങൾ 23 വർഷം തുടങ്ങിയിട്ട് 23ാമത്തെ വർഷം 2000 വൃശ്ചികം 1-ന്. ഇപ്പോൾ ഈ വൃശ്ചികം 1 23 വർഷം കംപ്ലീറ്റ് ചെയ്തു. 24ാമത്തെ വർഷം റണ്ണിങ്. പിന്നെ അന്നുണ്ടായിരുന്ന മെനു ഒക്കെ തന്നെയാണ് ഇവിടെ ഉള്ളത്. പിന്നെ പ്രത്യേകിച്ച് പറയാനുള്ളത് കിളിമാനൂർക്ക് ഞാൻ പ്രത്യേകിച്ച് വഴിയോരക്കടയെ കുറിച്ച് പറഞ്ഞ് പരിചയപ്പെടുത്തേണ്ട ആവശ്യമില്ലെന്നോ തോന്നുന്നു. അല്ല, ഞാനേ പ്രത്യേകിച്ച് ഫുഡിനെ കുറിച്ച് പറഞ്ഞ് പരിചയപ്പെടുത്തേണ്ട കാര്യമില്ല. കാര്യം എല്ലാ ദിവസവും ഇവിടെ നിന്ന് ഭക്ഷണം കഴിച്ച് എക്സ്പീരിയൻസ് ഉള്ള ആളാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ തള്ളായിപ്പോ. നെടുന്തൂണം എന്ന് പറയുന്നത് ഇവിടുത്തെ തമ്പിയണ്ണനാണ്. തമ്പിയണ്ണ ഭയങ്കര ഷൈനസ് ആണ്, ഇങ്ങനെ ക്യാമറയുടെ മുന്നിലൊന്നും വരത്തില്ല. അതുകൊണ്ടാണ് ഞാൻ പിന്നെ മഹേഷിന് തന്നെ എല്ലാം ചോദിച്ച് മനസ്സിലാക്കാന്ന് വിചാരിച്ചത്. എന്നാലും ഒന്ന് ശ്രമിച്ചു നോക്കാം. തമ്പിയണ്ണ കിട്ടുമോന്ന് അറിയാൻ വയ്യ. ഇവിടെ ഉണ്ട് ആള്. മോനെ, എത്ര മണിയിട്ടാണ് ഇവിടെ തുടങ്ങുന്നത്? ഞങ്ങൾ രാവിലെ 6:50 6:45 കഴിയുമ്പോഴത്തേക്ക് ചായ ആവും. ഒരു 10 മിനിറ്റ്, അതൊരു 7 മണിയോടുകൂടി രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് സ്റ്റാർട്ട് ചെയ്യും. അത് ഊണിന് തൊട്ട് മുന്നേ വരെ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാവും. ഊണ് റെഡി ആവുന്നതെന്ന് പറയുന്നത് ഒരു 11:45 12 മണിക്ക് മുന്നേ ആവും. നോർമൽ ഒരു തിരക്കൊക്കെ ആണെന്നുണ്ടെങ്കിൽ 2-2:30 മണി വരെ ആണ് നമ്മുടെ സമയം. പിന്നെ തിരക്ക് കുറച്ച് കൂടുതലാണെന്നുണ്ടെങ്കിൽ ഒരു 15 മിനിറ്റ് മുന്നേ കഴിയും. അല്പം കുറവാണെന്നുണ്ടെങ്കിൽ ഒരു 15 മിനിറ്റ് കൂടെ ഉണ്ടാവും. 2-2:45. തീരുന്ന സമയം കൃത്യമായിട്ട് പറയാൻ പറ്റത്തില്ല, ക്രൗഡ് പോലെ ഇരിക്കും. പിന്നെ ഈവനിങ് ഡിന്നർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങളൊരു 10 മണിയാണ് ഞങ്ങളുടെ സമയം. അതും ഈ പറഞ്ഞ തിരക്ക് പോലെ ഇരിക്കും. തിരക്ക് കൂടുതലാണെങ്കിൽ ചിലപ്പോൾ ഒരു 10-15 മിനിറ്റ് മുന്നേ ക്ലോസ് ചെയ്താലായി. തിരക്ക് കുറവാണെന്നുണ്ടെങ്കിൽ ഒരു 10 മണി വരെ ഞങ്ങൾ ഫുഡ് കൊടുക്കും. ടൈമിംഗ് എന്ന് പറയുന്നത് അതാണ്. പിന്നെ മെനു അറിയാമല്ലോ, മെനു നമ്മുടെ ഒരു ഫിക്സഡ് മെനു ആണ്. നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ് രാവിലെ ഉണ്ടാകുന്നതെന്ന് പറഞ്ഞാൽ അപ്പം, ഇടിയപ്പം, പൊറോട്ട, ചപ്പാത്തി, ബ്രെഡ് ഐറ്റം. സൈഡ് ഐറ്റം എന്ന് പറയുന്നത് വെജ് 2 ഓപ്ഷൻ ഉണ്ട്: കടലക്കറി, മിക്സ്ഡ് വെജിറ്റബിൾ കറി, എഗ് റോസ്റ്റ്. പിന്നെ അവൈലബിൾ ആയിട്ടുള്ള ഫിഷ് എന്താണോ അതിൻ്റെ ഏതെങ്കിലും 1-2 ഐറ്റം കറി ഉണ്ടാവും രാവിലെ. പിന്നെ നാടൻ കോഴി, താറാവ്, മട്ടൻ. ഇതാണ് നമ്മുടെ മെയിൻ. ഉച്ചയ്ക്ക് ഇതുപോലെ തന്നെ റിപ്പീറ്റ് ചെയ്യും. മീനിൻ്റെ കുറച്ച് ഡിഷും കൂടെ ആഡ് ചെയ്യും. കണവത്തോരൻ, ഞണ്ട് റോസ്റ്റ്, അങ്ങനെ കുറച്ച് മീനിൻ്റെ കുറച്ച് ഡിഷും കൂടെ ഊണിന് ആഡ് ചെയ്യും. ഈവനിങ്ങും ഈ സെയിം മെനു തന്നെയാണ് വരുന്നത്. ഈവനിങ് കഴിക്കാനുള്ളതെന്ന് പറഞ്ഞാൽ പിന്നെ പുഴുങ്ങിയ കപ്പയും കൂടെ ഈവനിങ്ങിൻ്റെ മെനുവിൽ ആഡ് ചെയ്യും. പിന്നെ ബാക്കിയുള്ളതെല്ലാം രാവിലത്തെ മെനു തന്നെയാണ് ഈവനിങ്. അപ്പം, ഇടിയപ്പം, പൊറോട്ട, ഹാൻഡ് മെയ്ഡ് ചപ്പാത്തി, പൊറോട്ടി രാവിലെ ഇല്ല, ഈവനിങ് മാത്രമേ ഉള്ളൂ. പിന്നെ പുഴുങ്ങിയ കപ്പ രാവിലെ ഉണ്ടാകുന്നത് പറഞ്ഞാൽ ഉടച്ച കപ്പയാണ്. ഈവനിങ് വരുന്നത് പുഴുങ്ങിയ കപ്പയാണ്. അത്രേ ഉള്ളൂ മെനു. പിന്നെ ഓൺലൈൻ സർവീസ് ഓൺലൈനിൽ ഞങ്ങൾ ഈ പ്രാദേശികമായിട്ടുള്ള ഡെലിവറി മാത്രമേ ഉള്ളൂ. പ്രാദേശികം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതെ, കിളിമാനൂർ സർക്കിലുള്ള ഡെലിവറി അത്രേ ഉള്ളൂ. അത് എല്ലാ ദിവസവും ഉണ്ട്. ഞങ്ങൾ ഡയറക്റ്റ് അല്ല ചെയ്യുന്നത്, ഒരു ടീം ടൈപ്പാണ് ചെയ്യുന്നത്. എന്താണ് ഇനി അടുത്ത ബ്രാഞ്ച്? നിലവിൽ വഴിയോരക്കടയ്ക്ക് ബ്രാഞ്ചുകളൊന്നുമില്ല, ഇത് മാത്രമേ ഉള്ളൂ. ഞങ്ങളുടെ ഒരു ബ്രാഞ്ച് ഒഫീഷ്യലി ഉള്ളത് പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങൾ ഇതുവരെ അനൗൺസ് ചെയ്തിട്ടില്ല. അത് ഒഫീഷ്യലി വർക്ക് നടക്കുകയാണ്. അത് പുളിമാത്ത് എന്ന് പറയുന്ന സ്ഥലത്താണ്. ഞങ്ങൾ ഇവിടെ നിന്ന് പോകുമ്പോഴത്തേക്ക് വഴിയോരക്കടയിൽ നിന്ന് കൃത്യമായിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ ഒരു 5 കിലോമീറ്റർ മാറിയിട്ട് പൊരുന്തമണ്ണം എന്ന് പറയുന്നത്. പൊരുന്തമണ്ണം പുളിമാത്തിനും ഇടയ്ക്കാണ് പുതിയ പ്രോജക്റ്റ്. അല്ല, അതിനകത്ത് ഞങ്ങൾക്കൊരു വെജ് റെസ്റ്റോറൻറ്റ്, ഒരു നോൺ വെജ് റെസ്റ്റോറൻറ്റ്, ഒരു 300 പേരുടെ ഒരു ഫംഗ്ഷൻ ഹാള്, ഒരു ബേക്കറി, അതിൻ്റെ ഓപ്പോസിറ്റ് ആയിട്ടൊരു സ്പേസിൽ ഒരു കഫറ്റീരിയ, 24 hours ഉണ്ട്. ഇതാണ് ഞങ്ങളുടെ ടോട്ടൽ പ്രോജക്റ്റ്. അപ്പോൾ ഇതൊന്ന് നമ്മൾ ഒരുമിച്ചല്ല ലോഞ്ചിങ്. അപ്പോൾ അതൊന്ന് ഫേസ് ഔട്ട് ചെയ്തിട്ടായിരിക്കും അതിൻ്റെ ലോഞ്ചിങ് വരുന്നത്. അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസ് നമ്മൾ ഫൈനലൈസ് ചെയ്തിട്ടില്ല. അപ്പോൾ അതിൻ്റെ പണി നടക്കുന്നതും തീരുന്നതനുസരിച്ച് അതിൻ്റെ അപ്ഡേഷൻസ് വരും. ഇതുവരെ ഞങ്ങൾ ഒഫീഷ്യലി അതൊന്നും ക്ലിയർ ചെയ്തിട്ടില്ല, ഇതുവരെ ഡിക്ലെയർ ചെയ്തിട്ടില്ല എങ്ങനെയാണ് ഇന്ന ഡേറ്റിൽ ഇത് അതിൻ്റെ ഒരു മെനുവോ ബാക്കി കാര്യങ്ങളോ ഒന്നും ഇതുവരെ ഫൈനലൈസ് ചെയ്തിട്ടില്ല. അതിൻ്റെ ഡിസ്കഷനൊക്കെ നടക്കുന്നേ ഉള്ളൂ. വർക്ക് നടക്കുന്നു. മെനുവിനെ കുറിച്ച് ഏകദേശം ഒരു ധാരണയുണ്ട്. അത് കൃത്യമായിട്ട് പറയാനുള്ള സമയമൊന്നും ആയിട്ടില്ല. വർക്ക് വരുന്നു. മാസമൊക്കെയാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത്. ഡേറ്റ് അല്ല, ഒരു 2-3 വർഷം. എന്തായാലും ഈ വർഷമില്ല, ഒരു 2024 തുടക്ക സമയങ്ങളിലൊക്കെ ആയിരിക്കും എൻ്റെ ഒരു ലോഞ്ചിങ് പ്ലാൻ ചെയ്യുന്നത്. ഉറപ്പായിട്ടും വിളിക്കും. കാര്യം ഇതുപോലല്ലേ ഞങ്ങളെ കിളിമാനൂർ ഞങ്ങൾക്കൊരു കൃത്യമായിട്ടും കിളിമാനൂർ ഞങ്ങൾക്കൊരു ബേസ് ഉണ്ടാക്കി തന്നത്. അപ്പം പ്രാദേശികമായിട്ടുള്ള നമ്മൾ വരുന്ന പലരും പറയാറുണ്ട് നമുക്ക് റണ്ണിങ് കസ്റ്റമേഴ്സ് ആണ് ഉള്ളത്, ദൂരെയുള്ള ആളുകളൊക്കെ ഉള്ളത്. നമുക്ക് പ്രാദേശികമായിട്ടൊരു നിശ്ചിത കസ്റ്റമേഴ്സും ഉണ്ട്. പിന്നെ ഒരു തവണ കഴിക്കുന്നവർ പിന്നും ഇവിടെ വരും. ഒരുപാട് പേരെടുത്ത് പറയാം. അതാണ് ഇവിടുത്തെ ഒരു പ്രത്യേകത. നമ്മളൊരു കുടുംബത്തെ പോലെയാണ്
വഴിയോര കടയെന്ന് പറയുന്നത്. നമുക്ക് വേറെ ഇവിടുത്തെ എല്ലാ ആളുകളും നല്ല രീതിയിലാണ് നമ്മളോട് പെരുമാറുന്നത്. നമുക്ക് ഫുഡും എല്ലാം ഒക്കെ തരും. ഞാനൊക്കെ സ്ഥിരം വരുന്ന ഒരു കടയാണിത്. ഇവിടുത്തെ എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ളത് അവിയലും പുളിശ്ശേരിയാണ് എനിക്ക് ഏറ്റവും ഇഷ്ടം. ഞാൻ അതാണ് കൂടുതലും മേടിക്കുന്നത്. ഭയങ്കര ഇഷ്ടമാണ്. ഞാനിപ്പോൾ വഴിയോര കടയിലെ കിച്ചണിലാണ് നിൽക്കുന്നത്. നമുക്ക് അകത്ത് കയറി എന്തൊക്കെയാണ് ഐറ്റങ്ങൾ ഉണ്ടെന്ന് കാണാം. മാവന്റെ പേരെന്താ? എന്റെ പേര് ബാബു. കിളിമാനൂർ, സ്ഥലം കിളിമാനൂർ. ഇന്നത്തെ സ്പെഷ്യൽ എന്തൊക്കെയാണ്? ഇന്നത്തെ സ്പെഷ്യൽ നാടൻ കോഴി കറി, നാടൻ കോഴി റോസ്റ്റ്, താറാവ് കറി, താറാവ് റോസ്റ്റ്, മട്ടൻ ചാപ്സ്. അത് കഴിഞ്ഞാൽ പിന്നെ മീൻ ഐറ്റങ്ങളാണ്. പിന്നെ മട്ടൻ ചാപ്സ്, മട്ടൻ്റെ കുടല് എല്ലാം ഞാനാണ് വയ്ക്കുന്നത്. ഇത് താറാവാണ്. താറാവ് കറി. ഇത് തക്കാളി കറിയാണ്. രാവിലെ വെജിറ്റബിൾ കടല, വെജിറ്റബിൾ കുറുമ, മുട്ടക്കറിയാണ്. അത് കഴിഞ്ഞ ഉടനെ തക്കാളി കറിയാവും. ഇത് നാടൻ കോഴി കറിയാണ്. നാടൻ കോഴി കറി ഇന്നത്തെ എന്നും ഉണ്ടോ? എന്നും വരും. എന്നും വരും. ഇതും നാടൻ കോഴി കറിയാണ്. ഇത് കഴിഞ്ഞ ഉടനെ ഇത് ഓപ്പൺ ചെയ്യും. കറിയാണ്. ഇത് കഴിഞ്ഞ ഉടനെ ഇത് ഓപ്പൺ ചെയ്യും. ഇതെല്ലാം ഞാനാണ് വയ്ക്കുന്നത്. ഇത് നാടൻ കോഴി റോസ്റ്റാണ്. പെരട്ടല്ല, റോസ്റ്റാണ്. ഗ്രേവി കാണൂല. ഇത് താറാവിന്റെ റോസ്റ്റാണ്. റോസ്റ്റ്. താറാവ് കറി, താറാവ് റോസ്റ്റ്, നാടൻ കോഴി കറി, നാടൻ കോഴി റോസ്റ്റ്. ഞാനാണ്. ഇത് മട്ടൻ ചാപ്സാണ്. ഇത് നാടൻ കോഴി ലിവറാണ്. ലിവർ പെരട്ടിയാണ്. ഇത് ഡെയിലി ഉണ്ടാവും. നാടൻ കോഴി ലിവർ പാർട്സ്. ഇത് മട്ടൻ്റെ കഴിഞ്ഞു. ഇത് മട്ടൻ്റെ ലിവറാണ്. ഇതൊക്കെ രാവിലെ 10 മണിയൊക്കെ കഴിഞ്ഞു. ഇത് മട്ടൻ്റെ എല്ലുകറിയാണ്. എല്ലുകറി മട്ടൻ്റെ എല്ലുകറിയാണ്. ഇത് വലിയ കൊഞ്ച് റോസ്റ്റാണ്. അത് പറ്റിച്ചു. ഇത് അയല പറ്റിച്ചാണ്. ഇത് കണമാത്ത് പറഞ്ഞത്. എന്നും ഉണ്ടാവും. എല്ലാ ദിവസവും ഉണ്ടാവും. ആവോലി തലക്കറിയാണ്. തല മാത്രം. പിന്നെ നെമ്മീൻ തല ഉണ്ടോ? അത് നാളെ ഓരോ ദിവസം മാറ്റി മാറ്റിട്ടോ. നെമ്മീൻ കറിയാണ്. നെമ്മീൻ കറി. അത് ആട്ടിന്റെ കുടൽ തോന്നാണ്. ഈ ആടെല്ലാം നമ്മൾ ഇവിടെ തന്നെ വെട്ടണം. ഇവിടെ തന്നെ. ഇത് 2 ദിവസം ഒരിക്കൽ കാണുള്ളൂ. നാളെ കാണുമ്പോൾ മറ്റന്നാൾ കാണും. അങ്ങനെ. ഈ ഭാഗത്തുള്ളത് ഫിഷ് ഫ്രൈ ആണ്. അപ്പൊ നമുക്ക് അതൊക്കെ കാണാം. ഇത് ചെറിയ കൊഞ്ച് ഫ്രൈ ആണ്. ഇത് അയല ഫ്രൈ. ഇത് നെമ്മി. ഇത് നമ്മളെ ചെറിയ നാടൻ ചാള. ഇന്ന് കറി. ഇത് ആവോലി പീസാണ്. ഇന്ന് മറ്റേ ഫുള്ള് കൊണ്ടുവരും. പക്ഷെ ഇന്ന് പീസാണ് നമുക്ക് കിട്ടിയത്. കരിമീൻ ഫ്രൈ ആണ്. എല്ലാ ദിവസവും കരിമീൻ മിക്ക ദിവസങ്ങളിലും കാണും. പിന്നെ അതുപോലെ തന്നെ മറ്റുള്ള മീനുകളും മിക്ക ദിവസങ്ങളിലും കാണും. ഇന്നിപ്പോ നമുക്ക് മീൻ കുറവാണ്. അല്ലെങ്കിൽ നമുക്കിവിടെ നമ്മൾ 3 മണി വരെ ചോറ് തീരുന്നത് വരെയുള്ള ഇതേ ഉള്ളൂ നമുക്കിവിടെ ഉള്ളു മീൻ ഫ്രൈ ഒക്കെ. അതിനുശേഷം മീൻ ഫ്രൈ ഒക്കെ മറ്റേ ചിക്കൻ ഫ്രൈ പൊരിക്കുന്നിടത്താണ്. പിന്നെ നമുക്ക് ഇടിയപ്പം. നമുക്ക് രാവിലത്തെ ഇവിടെ നമ്മളെ കിച്ചണിൽ ചെയ്യുന്നത് ഇടിയപ്പം, ഉറട്ടി, ഇത്രയാണ് നമ്മളിവിടെ ചെയ്യുന്നത്. അപ്പം, പൊറോട്ട,
ചപ്പാത്തി, അതൊക്കെ രാവിലെ തൊട്ടുണ്ട്. പിന്നെ ഉച്ച ഊണ് രാവിലെ നമ്മൾ 6:30 മണിക്ക് നമ്മൾ 6:30 മണിക്ക് നമ്മൾ സ്റ്റാർട്ടിങ് തുടങ്ങും. 7 മണിയാകുമ്പോഴത്തേക്ക് എല്ലാം റെഡിയാകും. പിന്നെ ഉച്ചയ്ക്ക് ശേഷം പിന്നെ നമ്മളൊരു 11:30 ആകുമ്പോഴത്തേക്ക് നമ്മളെ ഊണെല്ലാം റെഡിയാകും. ചേച്ചിയുടെ പേരെന്ന്? എൻ്റെ പേര് ഗിരിജ. ഞാൻ ഇവിടെ അടുത്ത് പൊരുതമണാണ് താമസിക്കുന്നത്. ഞാൻ ഇവിടെ 11 വർഷമായി. 11 വർഷം കൊണ്ട് ഇവിടെ. ഞാൻ ഇവിടെ ഊണിന്റെ ഭാഗത്തിലാണ്. ചേച്ചിമാരൊക്കെ നല്ല തിരക്കിലിരിക്കുകയാണ്. ഞാൻ ഇപ്പൊ വന്ന സമയം എന്ന് പറഞ്ഞാൽ ഉച്ചയ്ക്കാണ്. ഇത് വറക്കാനായിട്ട് വറുത്ത് നമ്മളെ കോഴി കൊടുക്കുമ്പോഴത്തേക്ക് അതിനോട് കൊടുക്കാനായിട്ട് കൊടുക്കൂലേ, മീൻ വറുത്ത് കൊടുക്കൂലേ, അപ്പൊ അതിൻ്റെ കൂടെ ഇട്ട് കൊടുക്കും. എൻ്റെ പേര് ഗിരിജ. ഞാൻ വന്നിട്ട് 6 വർഷമായി. അടുക്കളയ്ക്ക് അകത്ത് മാത്രമല്ല പുറത്ത് ഒരുപാട് ചേച്ചിമാർ ജോലി ചെയ്യുന്നുണ്ട്. ചേച്ചിയൊക്കെ എത്ര നാളായി ഇവിടെ? നമ്മള് 1.5 കൊല്ലമായി. 6 മാസം. പേര് ചന്ദ്രിക. ഉള്ളി ഇത് കടലക്കറിക്ക്, പിന്നെ ചതപ്പ് ഇടിച്ചു കൊടുക്കാൻ, ഇറച്ചിക്കൊക്കെ ചേർക്കാൻ. കിഴങ്ങ് പവിച്ച് പുഴുങ്ങി കൊടുക്കാൻ. താറാവിറച്ചി, കോഴിയിറച്ചി അതിന്റെ കൂടെ കൊടുക്കാം. ഇതിപ്പോ 3:30 2 മണിയൊക്കെ ആകുമ്പോ ആവും. വഴിയോരക്കടയിൽ ബ്രോയിലർ ചിക്കൻ ഇല്ല, അതിന് പകരമായിട്ട് ടെൻഡർ ചിക്കനാണ് ഇവിടെ ഫ്രൈ ചെയ്ത് കൊടുക്കുന്നത്. അതാണ് നമ്മളിപ്പോൾ കാണുന്നത്. ടെൻഡർ ചിക്കൻ എന്ന് പറഞ്ഞാൽ ചെറിയ നാടൻ കോഴി ഫ്രൈ ആണ്. ചോറും പായസവും സാമ്പാർ, അവിയൽ, പുളിശ്ശേരി, പച്ചടി, ചമ്മന്തി, അങ്ങനെ എല്ലാം റെഡി ആയിട്ടുണ്ട്. ഇത് പരിപ്പ് സ്പെഷ്യൽ ചമ്മന്തി. ഇത് ഓരോ ദിവസം ഓരോ മോഡലാണ്. കാന്താരി ചമ്മന്തിയാണോ അതാ നാടൻ പച്ച ഇത് ഫ്രീ ആയിട്ട് കൊടുക്കണം. ഗ്രേവി അല്ലേ? അതെല്ലാം മീനുണ്ട്. 2 പീസ് ഇട്ടാണ് കൊടുക്കുന്നത്. ഇത് കപ്പ ഫ്രീ ആയിട്ട് കൊടുക്കുക. ഇത് കപ്പ പറയുമ്പോഴല്ലേ തരുന്നത്, അതാ അല്ല ഇതിന്റെ കൂടെ ചോറിന്റെ കൂടെ ഫ്രീ ആയിട്ട് കൊടുക്കണം. കിഴങ്ങ് ഞായറാഴ്ച കടല, ഞായറും തിങ്കളും. ഇതൊക്കെയാണ് വഴിയോരക്കടയിലെ അടുക്കള കാഴ്ചകൾ. 23 വർഷമായിട്ട് ഇവർ വരുന്നവരുടെ മനസ്സും വയറും ഒരുപോലെ നിറയ്ക്കുന്നുണ്ട്. അതൊരിക്കലും ഒരു ചെറിയ കാര്യമല്ല. ഭക്ഷണം ഇഷ്ടപ്പെടുന്നവർ ഒരിക്കലെങ്കിലും വഴിയോരക്കടയിൽ വന്ന് ഫുഡ് കഴിക്കണമെന്നാണ് എനിക്ക് പറയാനുള്ളത്. അത്ര അടിപൊളിയായിട്ടാണ് ഇവിടുത്തെ ഓരോ ഫുഡും തയ്യാറാക്കുന്നത്.